ഹായ് എവരിവൺ, ശിവദ ടാരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പിയായി സേഫായി ഹെൽത്തി ആയി ഇരിക്കുന്നു വിചാരിക്കുന്നു. നെഗറ്റീവ്സിൻ്റെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ എടുക്കുക. ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണ് കാണുന്നത് അപ്പോൾ റെസനേറ്റ് ആവുന്നതായിരിക്കും. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഇവിടെ ഓവറോൾ എനർജി വന്നത് ഒരു ഐപ്രീസസിൻ്റെ എനർജി എന്ന് പറഞ്ഞാലും ഒരുപാട് അവബോധം, പല കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാനും പല തിരിച്ചറിവുകൾ വരുന്ന ഒരു സമയമായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാ കാര്യത്തിലും മറ്റുള്ളവർ എന്താ ചെയ്യുന്നത്, എന്താ പ്രവർത്തിക്കുന്നത്, ഇത് നല്ലതാണോ ചീത്തയാണോ അങ്ങനെയൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സമയമായിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. പോരാത്തതിന് ഒരു നെഗറ്റീവായ കാര്യം കൂടെ ഈ ഐപ്രീസസ് എനർജിയുടെ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റീവ് ഉള്ള വ്യക്തികളും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ വന്നിട്ടുള്ള സോഡിയക് സൈൻസ് ആണ് ജെമിനി, കാപ്രിക്കോൺ, ടോറസ്, എർത്ത് എനർജി ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, എയർ, ജെമിനി, ലിബ്ര, എക്വോറിയസ്, കാപ്രിക്കോൺ, ഫയർ എനർജി ഏരിസ്, ലിയോ, സാജിറ്റേറിയസ്, മിഥുനം, മകരം, ഇടവം, കന്നി, മകരം, മിഥുന, തുല, കുംഭം, മകരം, മേടം, ചിങ്ങം, ധനു. നമ്പേഴ്സ് പറഞ്ഞാൽ 9, 3, 5, 13, 0, 15, 20. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവായ കാര്യങ്ങൾ സംഭവിച്ചതായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. നെഗറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ പല ആളുകളും ഒരു നല്ലൊരു ജീവിതം ജീവിക്കാൻ അനുവദിക്കാതെ പല കാര്യങ്ങളും ചെയ്ത് അസൂയ അല്ലെങ്കിൽ ദൃഷ്ടിദോഷം അല്ലെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങൾ ഒക്കെ ബ്ലാക്ക് മാജിക് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളെ തളർത്തി ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലാക്കി വെച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒറ്റപ്പെട്ട ഏകാന്തതയുടെ ഒരു അവസ്ഥയാണ്. ഉറക്കം നഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ജീവിത വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ. അതിനു വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നിട്ട് മുന്നോട്ടേക്ക് പോകണം, എന്തെങ്കിലും ഒരു വഴി കാണിക്കണം, എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് മുന്നോട്ടേക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ജീവിതത്തിൽ ഈ നെഗറ്റീവ് എനർജി ബാധിച്ചത് കാരണം നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. മുമ്പേ ചിലപ്പോൾ സാമ്പത്തികമൊക്കെ ഒരുപാടുള്ള വ്യക്തികളായിരിക്കും, പക്ഷേ ഇപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നെല്ലാം ഓർത്ത് ദുഃഖിക്കുന്നു. റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ട്, ജീവിതം നഷ്ടപ്പെട്ട് മുന്നോട്ടേക്ക് ഒരു വഴി മുട്ടി നിൽക്കുന്ന ആൾക്കാർ, അതിനുവേണ്ടി മുന്നോട്ടേക്കുള്ള വഴി കാണാൻ വേണ്ടി സാമ്പത്തിക സഹായം ചോദിക്കുന്ന വ്യക്തികളുണ്ട്. അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരവസ്ഥ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും മുന്നോട്ട് പോകാം, എങ്ങനെയെങ്കിലും ഒന്ന് മുന്നോട്ട് കടന്നു കൂടാം എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന ആളുകൾ ആ ഒരു സിറ്റുവേഷൻ. പക്ഷേ എല്ലാം ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത് സാമ്പത്തികം മുമ്പേ ഉണ്ടായ വ്യക്തികളായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാമ്പത്തികമുണ്ട്, പക്ഷേ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ, അത് മറ്റുള്ള സ്ഥലത്ത് നിൽക്കുന്ന സ്ഥലത്ത് ഇറങ്ങിപ്പോരേണ്ട അവസ്ഥ, അല്ലെങ്കിൽ അസുഖം പിടിച്ച് കിടക്കുന്നൊരവസ്ഥ. എന്ത് തന്നെയാണെങ്കിലും മുന്നോട്ടേക്ക് തന്നെ പോകണം എന്ന് മനസ്സിൽ ഉറച്ച് തീരുമാനിക്കുന്നുണ്ട്. എന്തൊക്കെ പ്രതിസന്ധി വന്നാലും മുന്നോട്ടേക്ക് തന്നെ പോകണം, ഞാൻ പിറകോട്ടില്ല, അങ്ങനെ ഒരു ചിന്തയാണ് നിങ്ങൾക്കുള്ളത്. എല്ലാം നേരിടണം, അതിശക്തമായി തന്നെ മുന്നോട്ട് പോകണം, അതെനിക്ക് ജഡ്ജ്മെൻറ്റ് വേണം, എല്ലാ കാര്യവും എനിക്ക് പഴയതുപോലെ തിരിച്ചു പിടിക്കണം, ആ ഒരു ആഗ്രഹം മനസ്സിലുള്ള വ്യക്തികളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിലുള്ള റിലേഷൻഷിപ്പ്. ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു 9 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. 5 ഓഫ് പെൻറ്റിക്കിൾ, 5ൻ്റെ എനർജി. അപ്പം ഒരുപാട് ഈ സമയം എന്ന് പറഞ്ഞാൽ ഇത് ഒരുവിധ ആൾക്കാർക്കൊക്കെ ഈ സ്ട്രഗിളിങ്ങിൻ്റെ ഒരു അവസാന ഘട്ടമാണ്. ഇപ്പോൾ അനുഭവിക്കുന്ന വേദന, അത് അതികഠിനമായ വേദനയാണ് അനുഭവിക്കുന്നത്. ഒരു മറ്റുള്ളവരോട് പറഞ്ഞാലും കൂടെ ഒരു പറയാൻ പറ്റാത്ത ഒരവസ്ഥ, പറഞ്ഞാൽ മനസ്സിലാകാത്തൊരവസ്ഥ, മറ്റുള്ളവർക്ക് എങ്ങനെ പറഞ്ഞ് ബോധിപ്പിക്കും എന്ന് പോലും മനസ്സിലാകാൻ പറ്റാത്ത സാഹചര്യം. അപ്പോൾ എങ്ങനെ പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ, പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഉറങ്ങാൻ കഴിയുന്നില്ല, മാനസിക സംഘർഷത്തിൽ കൂടെയൊക്കെ പോകുന്ന വ്യക്തികളാണ് ഇവിടെയുള്ളത്. അപ്പോൾ അത്രയും ഒരു വേദനാജനകമായൊരവസ്ഥ, അതുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥ റിലേഷൻഷിപ്പ് മൂലമായിട്ടാണ് കാണുന്നത്. പിന്നെ സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത ആളുകൾ എല്ലാം ഉണ്ടായിട്ടും ഒക്കെ നശിച്ചു പോയൊരവസ്ഥ. അപ്പം ആ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്ന വ്യക്തികളെയാണ് ഫസ്റ്റ് തന്നെ കാർഡ് കിട്ടിയത്. അപ്പോൾ 5 ഓഫ് പെൻറ്റിക്കിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അനുഭവിക്കുന്ന സ്ട്രഗിളിങ്, ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടമാണ്, ഓരോ സൈക്കിളിൻ്റെ അവസാന ഘട്ടം.
അത് കഴിഞ്ഞാൽ ജീവിതത്തിലേക്ക് ഉയർച്ച തീർച്ചയായും ഉണ്ടാകും. ജീവിതം എന്ന് ഞാൻ പറയുന്ന പോലെ ജീവിതം എല്ലാവർക്കും ഒരേപോലെയല്ല. ജീവിതം മാറി മറിഞ്ഞും കൊണ്ട് കാലചക്രം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും. എല്ലാ കാലവും എല്ലാ മനുഷ്യർക്കും ഒരേപോലെ ആയിരിക്കില്ല. അതുകൊണ്ട് ഈ 5 ഇവിടെ 5 ഓഫ് പെൻറ്റിക്കിൾ, 5 ഓഫ് പെൻറ്റിക്കിൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു സ്ട്രഗിളിങ്ങിൻ്റെ അവസാന ഘട്ടമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സ്ട്രഗിളിങ് വരാൻ കൂടുതലായിട്ട് കാരണം നെഗറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ഏത് രീതിയിലുമാകാം. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത പല രീതിയിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ രണ്ടുപേരുടെ ജീവിതത്തിലേക്ക് ഒരു നെഗറ്റീവായ കാര്യം സംഭവിച്ചിട്ടുള്ളതായി കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഈ ഒരു പദവിയിലുള്ള വ്യക്തികളാണ്, നിങ്ങൾക്ക് എല്ലാ കഴിവും പവറും ഉള്ള വ്യക്തികളാണ്. വിദ്യാഭ്യാസം ഉണ്ടാവും, ജോലി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ, 3 ഓഫ് പെൻറ്റിക്കിൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്ന് പെട്ടു ജീവിതത്തിൽ. ആ തേർഡ് പാർട്ടി ആണ് ഈ നെഗറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏൽപ്പിച്ചത് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു നല്ല പദവിയും ജോലിയൊക്കെയുള്ള വ്യക്തികളായിരിക്കും. പക്ഷേ ഇപ്പം ഒരു എല്ലാത്തിൽ നിന്നും മാറിപ്പോകേണ്ട ഒരവസ്ഥ, ഈ സിറ്റുവേഷനിൽ നിന്നും ഈ ഒന്നും അല്ലാത്തൊരു സിറ്റുവേഷൻ തേർഡ് പാർട്ടി കാരണം പോകേണ്ട ഒരവസ്ഥ വന്നതായിട്ടാണ് കാണുന്നത്. ഒരു പേജ് ഓഫ് വാൺസ്, തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഉയർച്ച വരും. നിങ്ങൾ പുതിയൊരു ജീവിതം ആരംഭിക്കാനുള്ള ഒരു വഴിയായിട്ടാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾ ഇതുവരെ അനുഭവിച്ച എന്തൊക്കെ മാനസിക സംഘർഷങ്ങളുണ്ടോ, നിങ്ങൾ അനുഭവിച്ച സംഘർഷങ്ങളും വേദനകളും കുറച്ചൊന്നുമല്ല, ഒരു പല രീതിയിലും അകറ്റി മാറ്റപ്പെട്ട അവസ്ഥ, അല്ലെങ്കിൽ നിൽക്കുന്ന സ്ഥലത്ത് പുറത്തിറങ്ങി പോരേണ്ട ഒരവസ്ഥ, അല്ലെങ്കിൽ സാമ്പത്തികം തട്ടിയെടുത്തിട്ടുണ്ടാകും, എന്നിട്ട് അവിടെ ഇറക്കി വിട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് തന്നെ തകർത്ത് കളഞ്ഞു, അങ്ങനത്തെ ഒരു അവസ്ഥ. ആ ഒരു അവസ്ഥയിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി പോരേണ്ട അവസ്ഥ, അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമാണ്. അതുകൊണ്ടാണ് ഈ ദുഃഖം അനുഭവിക്കുന്ന ഉറക്കമില്ലാത്തൊരവസ്ഥയിൽ കൂടെ വരുന്നത്. അതിൽ നിന്നൊക്കെ ഒരു ഉയർത്തെഴുന്നേൽക്കും എന്നാണ്. ജീവിതത്തിലേക്ക് പുതിയ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സക്സസ് വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പോഴത്തെ ജീവിതത്തിനനുസരിച്ച ഒരു പുതിയ മാറ്റം, ഒരു ട്രാൻസ്ഫോർമേഷൻ ജീവിതത്തിലെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഒരു ഉയർച്ച ഉണ്ട്. അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. നിങ്ങൾ കാത്തിരുന്നേ മതിയാവൂ. ഇപ്പം അനുഭവിക്കുന്ന സ്ട്രഗിളിംഗ് ഒക്കെ തന്നെയുള്ളൂ. അത് കഴിഞ്ഞ ജീവിതം എത്രയോ സന്തോഷപ്രദമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒറ്റപ്പെടലിൻ്റെ ഒരു അവസ്ഥയാണ്. ചിലപ്പോൾ സാമ്പത്തികം ഒക്കെ അത്യാവശ്യം കയ്യിലൊക്കെ ഉണ്ടാകും, തീരെ ഇല്ലാത്തവരൊന്നും ആയിരിക്കില്ല. എന്താ പറയുക, അത്രയും ഒരു എംപററിൻ്റെ പവറുള്ള വ്യക്തികളാണ്. നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും കൂടെ മുഴുവനായിട്ട് നഷ്ടപ്പെട്ടിട്ടില്ല. അത്യാവശ്യം ജീവിക്കാനുള്ളതൊക്കെ ഉണ്ടാവും. എന്നാലും ഒരു ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ, ഒരു മനസ്സ് തുറന്ന് സങ്കടം പറയാൻ, ഒരു മനസ്സ് തുറന്ന് സ്നേഹിക്കാനും ആരുമില്ല. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമം. ഒരു നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ, മക്കളായാലും ഹസ്ബൻഡായാലും റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരുപാട് സ്നേഹിച്ച വ്യക്തികളുമായി ഒരു മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ വിങ്ങലാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്നാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതോ ഒരു തീരുമാനം, രണ്ട് കാര്യം മനസ്സിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നിങ്ങളിൽ ജീവിതത്തിലേക്ക് ഏതോ 2 തരത്തിലുള്ള ഒരു സാഹചര്യം വന്നു പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു തീരുമാനം വേണം. ഈ ഒറ്റപ്പെടലിൽ നിന്ന് മാറണമെങ്കിൽ ഒരു മനസ്സിലൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ, അങ്ങനെ ഒരു ചിന്താഗതിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴും എല്ലാം സാമ്പത്തികം ഉള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വേറെ മറ്റെന്തോ കാര്യത്തിന് വേണ്ടി രണ്ട് തീരുമാനങ്ങൾ, അതായത് ജോലി സംബന്ധമായ റിലേഷൻഷിപ്പ് പരമായിരിക്കും, അല്ലെങ്കിൽ ഒരു പുതിയ മാരേജ് സംബന്ധമായി, അങ്ങനെ ഏതോ ഒരു ചോയ്സ് കൂടെ ഒന്നിപ്പോൾ ഉള്ളതിൽ പുറമെ മറ്റൊരു ചോയ്സ് കൂടെ വന്നിട്ടുണ്ട്. അപ്പം അത് എങ്ങനെ, ഏത് രീതിയിൽ മുന്നോട്ട് പോകണോ വേണ്ടേ, അത് പോയാൽ സക്സസ് ആകുമോ, എന്താണ് ചെയ്യേണ്ടത് എന്ന ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഇതിപ്പോൾ എന്താ ചെയ്യുക, ആ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാത്തിനും ഒരു നിരാശ, മനസ്സിൽ പറയാൻ പറ്റാത്ത പല രഹസ്യങ്ങളുള്ളതായിട്ടാണ് കാണുന്നത്. ജീവിതത്തിൽ മറ്റാരോടും പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ വന്നു പെടുന്നുണ്ടാവും. ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും
തുറന്നു പറയാൻ കഴിയാത്ത അവസ്ഥയിൽ മറ്റുള്ളവരോട് പറയണ്ടെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളുണ്ടാവും. മറ്റുള്ളവരെ അറിയണ്ട, പറയണ്ട, എല്ലാ കാര്യവും എല്ലാവരെയും അറിയിച്ചിട്ടൊരു കാര്യമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ പരസ്പരം ഒന്ന് തുറന്ന് പറയുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകണമെങ്കിൽ ഒരു ഒരു നിഷ്കളങ്കമായ മനസ്സുണ്ടെങ്കിലുള്ളവർക്ക് ഒരു സന്തോഷമായ ഒരു ജീവിതം ഉണ്ടാവുള്ളൂ. പരസ്പരം ഒരു മനസ്സിലൊരു കളങ്കവും ഇല്ലാതെ എല്ലാ കാര്യം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം ഹാപ്പിയാവും. പക്ഷെ അങ്ങനെ ഒരു ജീവിതമല്ല നിങ്ങളുടേതെന്ന് കാണുന്നത്. അതുകൊണ്ടാണ് ഈ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ, ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തത്. എല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം അത്രയൊരു സന്തോഷം വേറെ ഒന്നുമില്ല, അതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല. പക്ഷേ ഇവിടെ നടക്കുന്നത് ഒന്നും തുറന്ന് പറയുന്നില്ല, രഹസ്യങ്ങൾ സൂക്ഷിച്ച് വെക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ പേഴ്സണെ കാണുന്നത്. അല്ലെങ്കിൽ ഏത് രീതിയിലായാലും പല രഹസ്യങ്ങളും മനസ്സിലുണ്ടാവും. അത് തുറന്നു പറയാത്തതിൻ്റെ പേരിൽ ചിലപ്പം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ആയിരിക്കും ജീവിതത്തിൽ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയും ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥ അങ്ങനെയൊക്കെ വന്നു പെട്ടിട്ടുള്ളത്. ഫോർ എ സോഡിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ ബന്ധനങ്ങളിൽ നിന്നും ഈ ഉള്ളിൽ ഏതോ ഒരു കാര്യം മാനസിക സംഘർഷം, ഒന്നിലേക്കൊരു ഉത്സാഹം തോന്നില്ല, എപ്പോഴും എവിടെ കിടന്നാൽ മതി, ഒന്നും ചെയ്യാൻ ഒരു സന്തോഷം തോന്നില്ല. ചിലപ്പോൾ ജോലി ചെയ്യാൻ തോന്നുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ സംസാരിക്കാൻ തോന്നുന്നുണ്ടാവില്ല. എന്തൊക്കെയോ മാനസിക സംഘർഷത്തിൽ കൂടെ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട് എവിടെയെങ്കിലും കിടന്നാൽ മതി, ഇരുന്നാൽ മതി, എന്താ ചെയ്യുക, നിൻ്റെ മനസ്സ് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെയുള്ളൊരു തോന്നൽ കൂടെ ഇവിടെ ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥ. എങ്ങനെ തുറന്നു പറയും, ഞാൻ എൻ്റെ ജീവിതം എന്തിനു വേണ്ടിയിട്ടുള്ളതെന്നൊക്കെ ചിന്തിക്കുന്ന ഒരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. പല ജീവിതത്തിൽ പല കാര്യങ്ങളും മെച്യൂരിറ്റി ഇല്ലാത്ത കാരണം കൊണ്ട് ഈ മുമ്പേ ഉണ്ടായ ജീവിതത്തിൽ ഈ പാസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ വ്യക്തിയുടെ കൂടെയുള്ള ജീവിതമായിരിക്കും. ആ ജീവിതത്തിൽ താൽക്കാലികമായ സ്നേഹത്തിൽ ഒതുങ്ങി അതിൽ ജീവിച്ചു. ഒരു മെച്യൂരിറ്റി കുറവ്, അവിടെ ഒരു മെച്യൂരിറ്റി കുറവാണ് കാണുന്നത്. എല്ലാം ഉള്ള വ്യക്തിയാണെങ്കിലും കൂടിയിട്ട് അത് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്ന് കാണുന്നത്. ജീവിതത്തെ നല്ല രീതിക്ക് മുന്നോട്ട് എല്ലാം മനസ്സിലാക്കി അറിഞ്ഞും പ്രവർത്തിച്ചും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തൊരവസ്ഥ. അങ്ങനെ സാധിക്കാത്തതിൻ്റെ കാരണം ഒന്നാമത് രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന സ്വഭാവമുണ്ട് നിങ്ങളിൽ ആർക്കും ഒരാൾക്ക്. അതുകൊണ്ടാണ് ഇത്രയും മെച്യൂരിറ്റി. അപ്പോൾ ഇത് ചോദിക്കാനോ പറയാനോ അതിനുള്ള ഒരു തൻ്റെ ഇടം ഉണ്ടാവില്ല. എന്താ കാരണം, ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായി, എന്തൊക്കെ പ്രശ്നങ്ങളാണ്, ഇതൊക്കെ പരസ്പരം ഒരു തുറന്ന് ചോദിക്കാനുള്ള ഒരു ധൈര്യം ഇല്ല. അതുകൊണ്ട് തന്നെ ചോദിച്ചായിട്ട് പറയുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉള്ളതായിട്ടാണ് കാണുന്നത്. ഒരു ഹാങ്ഡ് മാൻ സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെ ഒരു തലകീഴായി നിൽക്കുന്ന അവസ്ഥ, എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റുന്നില്ല. അപ്പം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാകുന്നുണ്ട്. മുന്നോട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും, ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു, ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോകും, ആരൊക്കെ എന്തൊക്കെ ഈ നെഗറ്റീവായ കാര്യങ്ങൾ പറയുന്നു, ചെയ്യുന്നു, ഒറ്റപ്പെടുത്തുന്നു, ഇതെല്ലാ കാര്യം മനസ്സിലാകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എല്ലാം മനസ്സിലാകുന്നുണ്ട്. അതിനുള്ള ഒരു ബുദ്ധിയും കഴിവും ഒക്കെയുള്ള വ്യക്തികളാണ് തലകീഴായി നിൽക്കുന്നുണ്ടെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കുക. അത് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കേണ്ട ഒരു സമയമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. അതിനുള്ള ഒരു സമയമായിട്ടാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, മുന്നോട്ടേക്ക് പോകണം, അതിനുള്ള വഴി നിങ്ങൾ കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയാണ് ഈ ആങ്ഡ് സിറ്റുവേഷനിൽ ഇപ്പോൾ നിർത്തിയത് നിങ്ങളെ. അപ്പോൾ ഒരു ഫുൾ കാർഡാണ്, എല്ലാത്തിനും ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളിതെല്ലാം മനസ്സിലാക്കി അറിഞ്ഞ് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം തന്നെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് ആ ജീവിതം, ഇപ്പോൾ ഒരു ചെറിയ കർമ്മഭാണ്ഡം മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലുള്ളൂ. ആ കർമ്മ അത് തീർന്ന് കുറേയധികം ആളുകൾക്ക് ഈ കർമ്മ അനുഭവിക്കുന്നതാണ് ഇത്രയും വേദനാജനകമായ സിറ്റുവേഷനിലൂടെ പോകേണ്ടി വരുന്നത്. അപ്പം ഈ കാർമ്മിക ചെറിയൊരു ഭാണ്ഡം മാത്രമാണുള്ളത്. അപ്പോൾ അവന് കൂടുതൽ കർമ്മം ഉണ്ടാക്കി വെക്കാതെ നല്ലൊരു സന്തോഷമുള്ള ജീവിതത്തിലേക്ക് പോകാം. മനസ്സിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുക. മനസ്സിലുള്ള എല്ലാ നെഗറ്റീവായ ചിന്താഗതികളും ചിന്താരീതികളെയും മാറ്റാൻ ശ്രമിക്കുക. മുന്നോട്ടേക്ക് ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ പുതിയ വഴികളുണ്ട്, പുതിയ ജീവിത മാർഗങ്ങൾ ഏതൊക്കെയുണ്ട്, ഏത് വഴി കൂടെ പോയാൽ എനിക്ക് മുന്നോട്ട് പോകാം, അതിനെക്കുറിച്ച് ചിന്തിച്ച് ഇവിടെ ഒരു പേജ് ഓഫ്
വേറെ എംബറർ എല്ലാം പേജ് ഓഫ് വാൺസിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് മുന്നേറാനാണ് നിങ്ങളോട് പറയുന്നത്. ആ സാഹചര്യത്തിനനുസരിച്ച് മുന്നേറിയാൽ നിങ്ങൾക്ക് എല്ലാം നേടിയെടുക്കാൻ കഴിയും. നിങ്ങളൊരു അത്രയൊരു പവർഫുള്ളായൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ ഒരു തലത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് കാലം നിങ്ങൾ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്. ആ റെസ്റ്റ് നിങ്ങളോട് ഇപ്പോൾ തൽക്കാലം റെസ്റ്റ് എടുക്കാനാണ് പറയുന്നത്. ഈ റെസ്റ്റ് എടുത്ത് എല്ലാ കാര്യത്തിനെ കുറിച്ചും മനസ്സിലാക്കി ഈ ഉറക്കമില്ലാതെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയം കൊണ്ട് മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും കളയുക. മനസ്സിൽ എന്തൊക്കെ വിഷമമുണ്ടോ, എന്തൊക്കെ ആലോചിച്ചിരുന്നിട്ടുണ്ടോ ആ വിഷമങ്ങളൊക്കെ കളഞ്ഞ് മുന്നോട്ടേക്ക് പോകാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി തീർച്ചയായിട്ടും ഒരു ഉയർച്ച തന്നെയാണ് വരാൻ പോണത്. എല്ലാത്തിൽ നിന്ന് ഫ്രീ ആയിരിക്കാൻ പോകുന്ന ഒരു സമയമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു ഡെവിളിൻ്റെ എനർജിയാണ്. എയ്റ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ കുറേ അധികം ആളുകൾക്ക് ശനി ദോഷം ബാധിച്ച് ശനിയുടെ ഒരു ദോഷമുള്ള വ്യക്തികളുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ നെഗറ്റീവ് എനർജി വന്ന വ്യക്തികളുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾ പല എഡിഷനിലും പെട്ട വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ജീവിതം പുരുഷനായ സ്ത്രീ ആയാലും പല തരത്തിലുള്ള എഡിഷൻസിലും പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഒരു എല്ലാവരും അംഗീകരിക്കാത്ത പല ബന്ധങ്ങളിൽ ചെന്ന് പെട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പം ഏത് കാര്യത്തിലാണോ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ഏറ്റവും പ്രിയങ്കരമെന്ന് വിചാരിച്ച് ഇത്ര നാളും കയ്യിൽ വെച്ചുകൊണ്ടിരുന്നത് അത് ഇപ്പോൾ ഒഴിവാക്കി മുന്നോട്ടേക്ക് തന്നെ പോകണം എന്ന് തീരുമാനിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ചില ആളുകൾ ഈ എന്താണ് എക്സ്ട്രാ മാരീഡ് അഫയർ അങ്ങനെയൊക്കെയുള്ളത് കാണുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ കുറേ അധികം ആളുകൾ ഇനി അതൊന്നും വേണ്ട, എനിക്ക് ഒരു പുതിയ ജീവിതം വേണം, പുതിയ ജീവിതത്തിലേക്ക് കടക്കണം, ഇതൊക്കെ പോയത് പോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും ആ രീതിയിൽ പെട്ടത്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിപ്പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെയും കാണുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പ്രിയങ്കരമായി കൊണ്ടു നടന്നൊരു കാര്യം അത് വിട്ട് കളയാൻ തീരുമാനിച്ചു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മുന്നോട്ടേക്ക് തന്നെ വെളിച്ചത്തിലേക്കാണ് പോകുന്നത്. പഴയ കാര്യങ്ങൾ പാസ്റ്റ് ആലോചിച്ചിരിക്കുന്ന വ്യക്തികളുടെ അപ്പം എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വയം സ്നേഹിക്കാൻ പഠിക്കുക. മറ്റുള്ളവർക്ക് ഒരുപാട് കെയറിങ്ങും സപ്പോർട്ടും കൊടുക്കുന്ന നേരം കൊണ്ട് ആദ്യം സ്വയം സ്നേഹിക്കുക. നമ്മളെ സ്നേഹിച്ചെങ്കിലും മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളെ തന്നെ മറന്ന് മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ അത് നമുക്ക് ഒരു വിനയായി തീരും. പാസ്റ്റ് ആലോചിച്ചിരിക്കുന്ന ഒരു വ്യക്തിനെ കാണുന്നത്. പാസ്റ്റ് ഇനി മുന്നോട്ടേക്കുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക. അത് ചിന്തിച്ചാൽ നിങ്ങൾ ഈ ഒരു പവറിലേക്ക് സോഡിൻ്റെ എനർജി എല്ലാ പ്രശ്നങ്ങളും ജീവിതത്തിൽ എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടായിരുന്നോ അതൊക്കെ വെട്ടിമാറ്റി മുന്നോട്ടേക്ക് തന്നെ പോകാനാണ് പറയുന്നത്. നിങ്ങളുടെ മുന്നോട്ടേക്ക് തന്നെ പോകാൻ വേണ്ടി മാത്രമാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അതിന് വേണ്ടി ഒരു തയ്യാറെടുപ്പ് എടുക്കാനാണ് നിങ്ങളോട് പറയുന്നത്. അങ്ങനെ പോയാലാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഉയർച്ച. പാസ്റ്റ് മാത്രം ചിന്തിച്ചിരിക്കരുത്. ആ ചിന്തിച്ചാൽ നിങ്ങളുടെ എനർജി അവരിലേക്ക് ചെന്ന് അവർക്ക് നിങ്ങളെ ഒരു അത്ര താല്പര്യമില്ലാതെ അപ്പോൾ നിങ്ങളുടെ കാര്യം നോക്കുക, അവരവരുടെ കാര്യം നോക്കിക്കോട്ടെ. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറിപ്പോകാനാണ് പറയുന്നത്. നിങ്ങളെ ചുറ്റുപാടുള്ള എന്തൊക്കെ പ്രശ്നങ്ങൾ സാഹചര്യങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ അതിനൊക്കെ ഒരു ജഡ്ജ്മെൻറ്റ് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ചില വ്യക്തികൾക്ക് ഈ മാനസിക സംഘർഷം കാരണം ചിലപ്പോൾ എന്തെങ്കിലും അസുഖമൊക്കെ വന്ന് കിടക്കുന്ന വ്യക്തികളുടെ ഒരുപാട് വിഷമത്തിലും വേദനയിലും ഒക്കെ ഇരിക്കുന്ന വ്യക്തികൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ പിടിപെട്ട വ്യക്തികളുണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയോടെ ഇരിക്കുന്നതായിട്ട് കാണുന്നില്ല. എങ്ങനെ ഇതൊന്ന് മാറിക്കിട്ടെ, ഈ ഇത്തരം വിഷമങ്ങളിൽ നിന്ന് എനിക്ക് ഒരു സമാധാനം കിട്ടണേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരുപാട് വ്യക്തികളെ കാണുന്നുണ്ട്. എല്ലാത്തിൽ നിന്നും എനിക്കൊരു മോചനം കിട്ടണം, അങ്ങനെയാണ് വിചാരിക്കുക. അതിനുവേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കാര്യം നോക്കി സെൽഫ് ലവ് ചെയ്ത് മുന്നോട്ട് പോയി മറ്റുള്ള പ്രശ്നങ്ങളുടെ സ്വന്തം കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയി നിങ്ങൾക്കൊരു മജീഷ്യൻ്റെ പവർ നിങ്ങൾക്കുണ്ടെന്നാണ് കാണുന്നത്. മജീഷ്യൻ്റെ പവറിലുള്ള വ്യക്തികൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കാനും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മുന്നോട്ടേക്കുള്ള വഴികൾ ഏത് രീതിയിൽ പോയാൽ മുന്നോട്ടേക്കുള്ള വിജയമുണ്ടാകും ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് അതിശക്തമായി മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരും. അതിനുള്ള ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടും എന്നാണ് കാണുന്നത്. ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ.
ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കാതെ, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കാതെ അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക. ബൈ.